ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മഞ്ഞുകാലത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാലമാണ് അല്ലേ. പക്ഷെ സൗന്ദര്യ സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന എല്ലാവർക്കും മഞ്ഞുകാലം കുറച്ച് ടെൻഷനുള്ള ഒരു സമയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകുന്നതും അതുപോലെ തന്നെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉള്ള ഒരു സമയമാണ് ഈ മഞ്ഞുകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യവും. മുടിയെന്ന് പറഞ്ഞാല് മുടി നല്ല രീതിയിൽ പൊഴിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് ഈ മഞ്ഞുകാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടാകാനും നല്ല രീതിയിൽ സ്കാൽപ്പ് നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ മഞ്ഞുകാലം എന്ന് പറയുന്നത്. അപ്പം ആ സമയം നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധി വരെ നമുക്കൊന്ന് തടയാൻ പറ്റുന്നതാണ് ഈ മുടി പൊഴിച്ചിലൊക്കെ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നാണ്. കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മഞ്ഞുകാലത്ത് വെള്ളം കൂടിയൊക്കെ അങ്ങ് കുറയ്ക്കും. സാധാരണ നമുക്ക് ചൂടൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ ദാഹമൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും വെള്ളം കുടിക്കും. ഈ സമയം ആകുമ്പോഴത്തേന് അതങ്ങ് കുറയ്ക്കും. അപ്പം അതാണ് മെയിനായിട്ട് നമ്മുടെ സ്കിന്ന് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിനായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒക്കെ അത് ഒരുപാട് നല്ലതാണ്. നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നമുക്ക് വേണ്ട ആ ഒരളവിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ് കഴിക്കുക, ഇലക്കറികൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആഹാര രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കുന്ന പോലെയാണ്. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ വാഷ് ആണ്. ഹെയർ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരും കാണും, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹെയർ വാഷ് ചെയ്യുന്നവരും കാണും. നിങ്ങൾ എങ്ങനെ ചെയ്താലും നിങ്ങൾ ആ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ മസാജ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നമ്മൾ ഹെയർ വാഷ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഓയിൽ മസാജ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഓയിൽ മസാജിന്റെ കാര്യം പറയുമ്പോൾ ഓയിൽ മസാജ് ഒരുവിധം എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ നല്ല രീതിയിലൊന്ന് മാനേജബിൾ ആയിട്ട് ഹെയർ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കണമെങ്കിൽ തന്നെ നമുക്ക് എണ്ണയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാം അല്ലേ. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ് അത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഹെയർ ഓയിൽ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നമ്മുടെ ഹെയറിൽ അങ്ങ് എണ്ണ കൊടുക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഓവറായിട്ട് നമ്മുടെ സ്കാൽപ്പിലായാലും നമ്മുടെ മുടിക്കായാലും ഓയിലിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ട അളവിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കാൽപ്പിൽ ഇരുന്നിട്ട് അത് പൊടിയൊക്കെ അടിഞ്ഞ് ഡാൻഡ്രഫ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒന്നും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അപ്പം നമ്മുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ സ്കാൽപ്പിൽ സൂട്ടാവുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നീടെന്ന് പറഞ്ഞാൽ ഷാമ്പു ഉപയോഗിക്കുന്നത് മൈൽഡായിട്ടുള്ള ഷാമ്പു ആയിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കുന്നത്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കണ്ടീഷണർ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നാച്ചുറലായിട്ടുള്ള ഷാമ്പുവും നാച്ചുറലായിട്ടുള്ള കണ്ടീഷണറും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു നമുക്ക് മുടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുക, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള താളിയോ നാച്ചുറലായിട്ടുള്ള ഷാമ്പുവോ കണ്ടീഷണർ ആയാലും നാച്ചുറലായിട്ടുള്ള ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നമ്മുടെ മുടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി അതിന്റെ ഒരു വീഡിയോ ഈ സമയത്ത് നമുക്ക് മുടി ഒന്ന് സിൽക്കി ആയി കിടക്കാനും നമ്മുടെ മുടി ഒന്ന് മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പാക്കാണ്. ഞാൻ ഓൾറെഡി ഒരു പാക്ക് എഗിന്റെ ചെയ്തിട്ടുണ്ട്.
അത് ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടിരിക്കാൻ 2-in-1 പാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടീഷണർ പോലെയാണ്, അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കും. നമുക്ക് മുടി പൊട്ടുന്നതും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ആ ഒരു പാക്ക്. ആ ഒരു പാക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 2-in-1 പാക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാക്ക് ഓൾറെഡി ഞാൻ ഇതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാത്തവർക്ക് കറ്റാർവാഴ ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർവാഴയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്രിസി ആയിട്ട് കിടക്കുന്നതിന് കറ്റാർവാഴ ഉപയോഗിക്കുന്ന. ഇത് രണ്ടും നമുക്ക് ഈ സമയം കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ പിന്നെ കറ്റാർവാഴയ്ക്ക് തണുപ്പ് ഉള്ളതാണ്. അപ്പൊ അതനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്, തണുപ്പുള്ളത് കൊണ്ട്. അപ്പം ഇത് 2 പാക്കും നല്ലതാണ്. നമുക്ക് എഗ്ഗിന്റെ പാക്ക് ആണെങ്കിൽ നമ്മൾ അതൊരു കണ്ടീഷണറിന്റെ എഫക്റ്റും ചെയ്യും, രണ്ടും നല്ലതാണ്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നത് എഗ്ഗിന്റെ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഒരുപാട് ഫ്രിസി ആയിട്ട് കിടക്കുന്നവർക്ക് ആണ് ഞാൻ കറ്റാർവാഴ കൂടെ സജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നല്ലതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീടെന്ന് പറഞ്ഞത് ഹോട്ട് ഓയിൽ. പിന്നീട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് നമ്മുടെ ഈ മഞ്ഞുകാലത്തുണ്ടാകുന്ന മുടിയുടെ ഞാൻ പറഞ്ഞില്ല, മുടി പൊഴിച്ചിൽ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. അപ്പൊ ആ മുടി പൊഴിച്ചിലിന് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ ഇത്രയും ട്രൈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓയിൽ മസാജിന്റെ കാര്യം പറഞ്ഞു. ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഹോട്ട് ഓയിൽ മസാജ് തന്നെയാണ്. ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഹോട്ട് ഓയിൽ ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ ചിലർ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുന്നവരുണ്ടായിരിക്കും. കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും ബദാം ഓയിൽ അങ്ങനെ ഒലിവ് ഓയിൽ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആളുകൾ കാണും അല്ലെ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്, ഏത് കാച്ചെണ്ണ ആയാലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോഴേ ഈ ബദാം ഓയിലും കാസ്റ്റർ ഓയിലും ഒക്കെ മിക്സ് ചെയ്യുന്ന കാര്യം പറയില്ല, അങ്ങനെ ചെയ്യുന്നവരും പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് ഹോട്ട് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഡയറക്റ്റോ ഡബിൾ ബോയിലിങ്ങോ ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ കാച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഡയറക്റ്റ് അത് ഹീറ്റ് ചെയ്ത് എടുക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നമ്മളത് ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് നമ്മളത് കാച്ചി വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പം പിന്നെയും നമ്മൾ ഡയറക്റ്റ് അത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ മുടിക്ക് അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ, കാച്ചെണ്ണ വെച്ച് ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഹോട്ട് ഓയിൽ ആക്കി എടുക്കുന്നതായിരിക്കും. അത് എണ്ണ ചൂടാക്കി ഡബിൾ ബോയിലിങ്ങിലൂടെ നമ്മൾ ഓയിൽ ചൂടാക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മഞ്ഞുകാലത്ത് ഉള്ള പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഞാൻ പറയുന്നത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹോട്ട് ഓയിൽ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാല് ഒരുപാടങ്ങ് ചൂടിലങ്ങ് എടുക്കരുത്. നമുക്ക് നമ്മുടെ സ്കാൽപ്പിന് പറ്റുന്ന രീതി നമ്മുടെ കൈകൊണ്ട് തൊട്ട് നോക്കിയാല് ആ ഒരു ചൂട് സഹിക്കുന്ന ആ ഒരു അളവിൽ മാത്രം ചൂട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.